Audience. റപ്പായി, നിന്റെ മോൻ എന്തിൻ്റെ കേടാ? ഇത് എത്രാമത്തെ പ്രാവശ്യമായിപ്പോ? എന്ത് ചെയ്യാനാണ് നേരെ? പിള്ളേർ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പാർട്ടിക്കാർ കൂടുണ്ടെന്നുള്ള ധൈര്യത്തിൽ അവൻ ഈ കാണിച്ചു കൂടുന്നതല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടിനെ എടുത്ത് ചാട്ടണം. പോലീസ് അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ആ മനോഹരനും അവൻ്റെ മോശക്കാരനൊന്നും അല്ല. ആ ഭരണകക്ഷിയിലാണ് അവൻ്റെ പിടി. അല്ലണ്ണ, ഈ മറ്റേ വസ്തു തർക്കമൊക്കെ പറഞ്ഞു നിർത്തില്ല. അതെവിടെ തീരാനാ? ദിവസവും രാവിലെ വന്ന് റബ്ബറിന് വെട്ടുന്ന പോലെ തന്നെയാണ് വന്നിട്ട് അതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വെട്ടിയിട്ട് എൻ്റെ വസ്തു മൊത്തം ചുരണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ അവസാനം വഴക്ക് മൂത്ത് അടിയായി. എന്ത് ചെയ്യാം? പിള്ളേരല്ലേ, പറഞ്ഞാൽ കേൾക്കൂ? ഇപ്പോഴത്തുള്ള പിള്ളേർ, ഈ തലമുറ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കൂ? ചെയ്യാൻ പറ്റില്ല. അവരെ എന്ത് ചെയ്യാനാ? പൊരിഞ്ഞടിയായി, വഴക്കായി, പോലീസ് കേസായി. അങ്ങനെ പറയല്ലേ. നമുക്ക് വേണ്ടപ്പെട്ട പയ്യനായതുകൊണ്ടല്ലേ എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണം. നോക്കാമെന്ന് പറഞ്ഞാൽ പോരാ. ആ ശരി എന്നെ വിളിച്ചാൽ മതി. എൻ്റെ റപ്പായി, മോൻ്റെ കാര്യമാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തോന്നിടേ ഇതിപ്പോൾ എത്രാമത്തെ തവണയായി? ഒന്നീ നീ അല്ലെങ്കിൽ നിൻ്റെ മോനെ വേറെ ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ? ആരേട്ടാ അതിനെ കുറച്ച് സ്ട്രോങ്ങേ നേതാവേ, എങ്ങനെങ്കിലും അൻസാറിനോടൊന്ന് പറഞ്ഞൊന്ന്. എടേ, അൻസാറിനോട് ഞാൻ പറഞ്ഞാൽ മതി. പക്ഷെ അതല്ല, ഇത് അതിന് മേളിൽ കാര്യങ്ങൾ പോയേക്കാണ്. അപ്പുക്കുട്ട സാർ ഇടപെട്ട്. ഇപ്പോൾ സാറ് പറഞ്ഞേക്കണ ഈ കേസിൽ നിങ്ങളാരും ഇനി ഒന്നും ചെയ്യണ്ട, അവൻ വിട്ടുകളയെന്ന് പറഞ്ഞേക്കാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മനോഹരനും മോശക്കാരനല്ല കേട്ടാ. അയാൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കും. ബാവേ, അങ്ങനെ അങ്ങോട്ടങ്ങ് തള്ളി വെക്കല്ലേ പിന്നെ കേട്ടാ. ഇതിലും വലിയ കുരു കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ DDT പാർട്ടി. അതുകൊണ്ടിപ്പം അതല്ലെങ്കിൽ നമ്മൾ വേറൊരു വഴി. എങ്ങനെങ്കിലും ഇനി മാക്സിമം അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാം. അവനെ നമുക്ക് പാർട്ടിക്ക് വേണ്ട ചെറുക്കനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ ശ്രമിക്കുന്നത്. അപ്പുക്കുട്ട സാറിൻ്റെ ഇടപെടൽ നടക്കുക. SI ഞാനുമായിട്ട് നേരത്തെ ഒരു ചെറിയൊരു ഉരസലുണ്ട്. നായരേട്ടാ, സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു 4 ചൂട് പരിപ്പോടെ പൊതിഞ്ഞിങ്ങെടുത്ത് പൈസ റപ്പായി വരുമായിരിക്കും. അത് തരാം, കൊടുത്തേക്കണം. മുത്തേ, എന്താണ് ഒരു അനക്കവും കേൾക്കണില്ലല്ലോ പഠിക്കാനിരുന്നിട്ട്? അമ്മ, ഞാൻ പോവാതിരിക്കട്ടെ അമ്മ സ്കൂളില്. അയ്യാ, എന്താ കാര്യം? ടെസ്റ്റ് പേപ്പർ ഒന്നും മനസ്സിലാവാനുള്ള. അതെ, വേണോന്ന് വെച്ച് പഠിക്കണം, കടമ കഴിക്കാനല്ല പഠിക്കേണ്ടത്. വേണമെന്ന് വെച്ചാൽ ഞാൻ പഠിക്കണം. ഒരു വായം മനസ്സിലാവില്ല. ഒരു ദിവസം ലീവ് എടുത്ത് നിന്നിരുന്നെങ്കിൽ. അയ്യോ, ലീവ് എടുക്കാൻ ജോലിക്കാരിയല്ലേ ഞാൻ പല പറയും. ഞാൻ നിന്നോട് പാത്രം കഴുകാൻ അറിയാമോ? ഓ, എനിക്ക് ഇപ്പൊ കഴിവ്. എനിക്ക് മുറ്റടിക്കാൻ അറിയാവോ? ഇല്ല. ആ, പിന്നെ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ എവിടെയെങ്കിലും വീട്ടുവരിക്കെങ്കിലും നിൽക്കായിരുന്നു. പേടിച്ചാടി നീ ക്ലീറ്റോ ഡാഡിയുടെ മോളാണ്. അങ്ങനെ എങ്ങനെയൊന്നും പേടിക്കരുത്, ധൈര്യം വേണം. എന്താ പഠിക്കണേ? ഞാൻ നാളെ സ്കൂളിൽ. ആ പെണ്ണ് അവിടെ ഇരുന്ന് പഠിക്കട്ടെ. ആരെങ്കിലും പറയാൻ കാത്തിരിക്കോ? പഠിക്കാൻ സമ്മതിക്കും. എന്ത് ഈ തൂക്ക ഈ ആവശ്യമില്ലാത്ത പണികൾ ചെയ്യല്ലേ? നിനക്ക് നടുവേനുള്ളതല്ലേ? എവിടെ നടുവേദന? നടുവേദന എവിടെ വെച്ചെന്ന്? എവിടെ നടുവേദന? നടുവിലല്ലേ നടുവേദന? നീയല്ലേ പറഞ്ഞു തന്നു. എപ്പ പറഞ്ഞു? 2 ദിവസം മുമ്പ് ഉറങ്ങാൻ കിടന്നവൻ പറഞ്ഞു എനിക്ക് അല്ലാത്ത നടുവേദന ക്ലീറ്റോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. 2 ദിവസം മുമ്പ് ഏത് അംഗത്തിന്റെ കൂടെ നിങ്ങൾ പോയത്? എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ തങ്കത്തിൻ്റെ. അത് നീ ആണെങ്കിൽ നിന്റെ അടുത്ത് നീ എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഇതെന്താടി കൊച്ചി പറയണത്? പിന്നെ എൻ്റെ തങ്കം, നീ അതിങ്ങോട്ട് വന്നേ. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ പോലും ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യണം. നിനക്ക് നടുവേദന വരാൻ സാധ്യതയുണ്ട്. ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളുടെ തല എവിടെയെങ്കിലും ഇടിച്ചോ? അപ്പം എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധയും വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നേ. ഏയ്, അതൊന്നുമല്ല. ഇതിലെന്തോ ഉണ്ട്. ഇതിലെന്തോ ഉണ്ട്. അതെന്തെന്ന് പറ. അതല്ല ഇതിലുണ്ട്. പറ, ഇതിലെന്താണെന്ന് ആർക്ക് പറയാം? നീ പറയോ? എനിക്കറിയില്ല. ഉണ്ട്, ഇതിലുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്കോ? നീ ഇന്നാളും കൂടി
നീ മുത്തനാൾ പറഞ്ഞല്ലോ, അമ്മ എപ്പോഴും പറയാറുണ്ട് അമ്മയ്ക്ക് പരിപ്പുവട വേണം, പരിപ്പുവട വേണം. ദേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പരിപ്പുവട, നല്ല മുരിമുരിയാത്ത പരിപ്പുവട. എനിക്ക് പരിപ്പോടെ ഇഷ്ടമല്ല, എനിക്കിഷ്ടം എന്താ നാരങ്ങൂട്ടായി ഇഷ്ടം. നാരങ്ങമുട്ടായി ഞാൻ വേറെ മേടിച്ച് തരണുണ്ട്, കൊള്ളാം. വാ പരിപ്പുവട. ദൈവമേ ഇതെന്താ ഇതാടിക്കും. എന്റെ ചൂരെന്തേ നിങ്ങൾ തിന്നോ അത് വന്നപ്പോ? പരിപ്പുവട കഴിക്കും. എനിക്കൊന്നും വേണ്ട പരിപ്പോട. കഴിക്കണില്ലേ? മോളെ തങ്ക എന്താന്ന് പരിപ്പുവട കഴിക്കും. എനിക്ക് വേണം, അവിടെ ഇരുന്നോട്ടെ, പിന്നെ എങ്ങാനും കഴിക്കാം, ചായ വെച്ചിട്ട് കഴിക്കാം. പിന്നെ നീ നീ ഇവിടെ ഇരുന്ന്, ഇവിടെ അവിടെ അവിടെ ഈ ചൂലങ്ങോട്ട് മാറ്റി ഇച്ചിരി സമയങ്ങളിൽ ഒന്ന് റെസ്റ്റ് എടുക്ക്. പിന്നെ അല്ല സത്യം നീ ഒരുപാട് ക്ഷീണിച്ച്. നീ ശ്രദ്ധിക്കണ്ടായത് വല്ലോ. പരിപ്പുവട പറഞ്ഞു തരട്ടെ. എനിക്ക് വേണ്ട ക്ലീറ്റോ, നിങ്ങൾക്ക് എന്താ പറ്റിയ ശരിക്കും? പിന്നെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാവേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ മറ്റേ റപ്പായില്ലേ, എൻ്റെ സുഹൃത്ത് വണ്ടി കച്ചവടമൊക്കെ റപ്പായി, റപ്പായിയുടെ മോൻ ഒരു ചെറിയ കേസിൽ നമ്മുടെ പൂജപ്പുര സ്റ്റേഷനിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പം അത് എങ്ങനെയെങ്കിലും നീ എന്ന് എൻ്റെ അളിയില്ല, നിൻ്റെ ആങ്ങള, അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ടിട്ടേ ആ പയ്യനൊന്ന് വിട്ടരാൻ പറഞ്ഞു. അങ്ങനെ പറ. ആ പരിപ്പ് ഇവിടെ ഇലക്കിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുത്ത നീ എന്തിനാണ് ഈ വലിയൊരു പറയണ കാര്യത്തിനിടയിൽ ഒന്നും സംസാരിക്കണം? നീ വേണമെങ്കിൽ ഒരു പരിപ്പോടെ തിന്നിട്ടുണ്ടായിരിക്കും. പറയോ? അറിയില്ല, അതാണപ്പ കാര്യം. കൈക്കൂലി മേടിച്ചിട്ട് വന്നേക്കാണ് പരിപ്പോട. രാഷ്ട്രീയക്കാരൻ തന്നെ ക്ലീറ്റോ നിങ്ങൾ. നീ എന്നെ രാഷ്ട്രീയക്കാരനായിട്ട് കാണല്ലേ? ഇത് ഈ പരിപ്പോട കൈക്കൂലി അല്ല അല്ല, തീരെ തോന്നൂല അല്ലാന്ന്. എന്താ അറിയാമോ, റപ്പായി നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ. ഈ റപ്പായി നിങ്ങൾ തമ്മിൽ ഇടിയായിരുന്നില്ലേ? അതൊക്കെ പണ്ട് ഇടിയല്ല, അതൊരു കൊച്ചു കശപിശ, ഒരു വണ്ടി കച്ചവടത്തിൽ. അതൊക്കെ സോൾവ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ എത്രയോ ദിവസം. അല്ല ക്ലീറ്റോ, ഈ കഴിഞ്ഞ മുമ്പിലത്തെ മാസം ഈ റപ്പായുടെ ഒരു കേസ് കേട്ട് ഇതേപോലെ എന്താ അതിർത്തിയുടെ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടായല്ലോ. അത് റപ്പായിടത് മോൻ. അപ്പൊ ഇവര് കുടുംബപരമായിട്ട് അങ്ങനെ അന്ന് എങ്ങനെ സോൾവ് ആയി? അല്ല അന്ന് പിന്നെ ഞാൻ അപ്പുക്കുട്ട സാറിനോട് പറഞ്ഞപ്പോൾ സാറ് വിളിച്ച് പറഞ്ഞിട്ട് സെറ്റായി. പരിഹാരം ക്ലീറ്റോന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പുക്കുട്ട സാറിനെ തന്നെ വിളിച്ചു പറ. ചുമ്മാ അപ്പുക്കുട്ട സാറിനെ വിളിച്ച് ഇമ്മാതിരിയുള്ള ചീള് കേസിനൊന്നും നമുക്ക് ഇടപെടുത്താൻ പറ്റില്ല. നീ ഇത് ആണ്ടാ കൈക്കൂലിയൊക്കെ മേടിച്ച് ചുമ്മാ റെഡി കൈക്കൂലി. നോക്കിയാണ് ഇത് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്തേണ്. കൈക്കൂലി ഒന്നും പറയണ്ട. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൈക്കൂലി ഒന്നും കൊടുക്കണ്ട കേട്ടാ. ഞാൻ പറഞ്ഞ കേക്ക്, നീ കൂടുതലൊന്നും ഇതാക്കാൻ. അമ്മ ശരി, സംസാരിക്കാം. പക്ഷേ എൻ്റെ ഒരു കമ്മല് കൊണ്ടുവന്ന് പണയം വെച്ചിട്ടില്ലേ, അതെടുപ്പിച്ച് തരണം. അതെടുപ്പിച്ച് തരണം. എനിക്കത് കൊതി തീരെ ഇട്ടിട്ടില്ല. ഞാൻ അതെടുപ്പിച്ച് തരാൻ പറ്റുമെന്ന് പറ. സത്യം ചെയ്. സത്യം സത്യം. അങ്ങനെ എന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ. പറ. അതൊക്കെ വേണം. വേണം 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 വേണം. ഇല്ല, എനിക്ക് തീരെ വിശ്വാസമില്ല. ക്ലീറ്റോ എന്നല്ലേ പേര്. എന്റെ തല പൊട്ടിത്തെറിച്ച് പോട്ടെ കർത്താവേ, ഞാൻ ഈ കമ്മൽ എടുത്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. എന്നാ വാ. അത് വേണ്ട, എന്ത് നീ പോയി പറഞ്ഞാൽ മതി. ക്ലീറ്റോന്റെ ആവശ്യമല്ലേ? ആണ്, പക്ഷെ ഞാൻ ഇതിന് മുന്നേയൊക്കെ രണ്ടു മൂന്ന് കാര്യം ഞാൻ അളിയൻ്റെ അടുത്ത് പോയി പറഞ്ഞ അളി അതൊക്കെ ചെയ്തു തന്നു. പിന്നെ എപ്പോഴും അളിയൻ്റെ അടുത്ത് പറയാൻ നമുക്ക് പോയി അങ്ങനെ ആണ്. എന്നാൽ എൻ്റെ മോന്ത കാണണ്ട. അത് മോന്ത കണ്ട അവന് ചിലപ്പോൾ ദേഷ്യം വരും. ഇപ്പൊ ഈ മോന്ത കണ്ട ചിലപ്പോ ചിരിയേ വരുള്ളൂ. വാ. വേണ്ട, നീ പോയി പറ. അത് നടക്കൂല. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂല. ഞാൻ ഇരുന്നാ തൂത്ത് വാരി കഴിഞ്ഞിട്ട് ഉടുപ്പൊക്കെ മാറിയിട്ടപ്പത്തേനും വാ. എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടി പോയി സംസാരിക്കാം. ക്ലീറ്റോ വാ തുറക്കാതെ അവിടെ നിന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഇനി ഞാൻ തൂത്തോട്ടെ. ഇപ്പൊ നടുവേദനയ്ക്ക് കുഴപ്പമില്ലല്ലോ. പരിപ്പാട തിന്നോളാം. കട്ടൻ ചായ ഇട്ടിട്ട്. ഭയങ്കര ബുദ്ധി തന്നെ കേട്ടാ. നീ പരിപ്പോട നീ തിന്നണ്ടേ? ഓ തരൂല. എന്നെ കൊണ്ടൊരാവശ്യം വരും ഭാവിയിൽ. ഓ മുത്തേ, പഠിക്കട്ടായിരുന്ന അവള് പഠിക്കുകയല്ലേ. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. നീ തങ്കം, നീ പെട്ടെന്ന് തൂത്തിട്ട് വാ. എനിക്കറിയില്ല അമ്മ അവരെയൊന്നും. എടീ പറഞ്ഞു വരുമ്പോൾ നീ അറിയാം. സുധാരണ എനക്ക് അറിഞ്ഞൂടെ? നമ്മുടെ കല്ലിങ്ങനത്തെ പനിയുടെ മൂത്ത മോൻ എനിക്കറിയാം. അയാളെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ രജനിയുടെ കല്യാണത്തിന്. പക്ഷെ എനിക്ക് ബന്ധമൊന്നും അറിയത്തില്ല. അയ്യോ, പറഞ്ഞു വരുമ്പോൾ നിനക്കറിയാം. അതായത് നമ്മുടെ കനകൻ്റെ അച്ഛൻ്റെ ചേട്ടത്തിയായിട്ട് വരും. അതായത് എൻ്റെ നാത്തൂനായിട്ട് വരും. അത് ഈ സുധാകരൻ മാമൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ഈ അപ്പുപിള്ള.
ആഹാ. പിന്നെ അയാളൊക്കെ ചത്തുപോയില്ലേ ഇപ്പം. ആ പുള്ളിയല്ലേ ഭയങ്കര ജന്മിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. വലിയ ജന്മിയായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുന്നത് എവിടെ? ആ തെരുവില് ആരും ഇല്ലായിരുന്നു. അത്ര നല്ല സ്വഭാവമായിരുന്നു. ആഹാ. ആ പിന്നെ മാമന്റെ കാര്യം തോന്നുന്നു ഏട്ടനെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പുപിള്ള എന്നല്ല. അപ്പൊ പിള്ള പണ്ടേ കനകന്റെ അച്ഛനുമായിട്ട് അയാൾ ഒത്തുചേർന്ന് പോകത്തില്ലായിരുന്നു. ആഹാ. അപ്പൊ ആളിയന്മാരും ഇടിയായിരുന്നു. ചുമ്മാതല്ല എല്ലാരും തമ്മിൽ ഇടി തന്നെ. പിന്നെ പുറത്ത് ഇങ്ങനെ കാണിക്കുന്നല്ലേ ഉള്ളു. ചുമ്മാതല്ല ഈ അളിയന്മാരും എപ്പോഴും ഇടി വെച്ചോണ്ട് ഏട്ടന്. പക്ഷെ ക്ഷീണിച്ചായിരിക്കും പറമ്പിന്ന് വന്നത്. അമ്മ ഒരു കറിയല്ലേ ഉള്ളു. ഇടി ഒരു ഒഴിച്ചറിയും കൂടെ ഉണ്ടാക്കുക. ഒഴിച്ചറി അമ്മ ഉണ്ടാക്കണത് ഏട്ടന് ഇഷ്ടം. നിങ്ങൾ ഉണ്ടാക്കിക്കോ. നീ എന്നാ അങ്ങോട്ട് മാറിയില്ലേ? അത് കഴിഞ്ഞ് ഇല്ലേ നീ വന്നേ. ഇടി ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ താഴെ പറമ്പിലൊക്കെ പോയി നോക്കണം. എന്ത് പറ്റി? ഇല്ല ഇവിടെ ഒന്നും കാണൂല, ഒരു പുല്ലും കാണൂല. എന്താ ഇന്നിപ്പോ സമയം കിട്ടിയപ്പോ ഞാൻ പോയപ്പോ കണ്ട്. ഇല്ലേ എന്ത് ചെയ്യായിരുന്നു? കാര്യം പറ എന്താന്ന്? ആ പ്ലാവില് നല്ല 2 വരിക്കച്ചക്ക നിന്നില്ലേ? ആ വളഞ്ഞു നിന്നത് അതേ അവൻ നടത്തോണ്ട് പോയി. ആരെന്ന് കണ്ട നിന്റെ ഞാൻ ചോദിക്കൂടി. അയ്യോ അയ്യോ, ഞാനും ചേച്ചി മിനിഞ്ഞാന്ന് കൂടെ പോയി നോക്കിയതാണല്ലോ. അങ്ങോട്ട് ആരും പോണേന്ന് കണ്ടില്ലല്ലോ. പിന്നെ നീ ഇവിടെ വെളി നോക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. നമ്മുടെ അങ്ങേ തെക്കൻ മൂലയില്ലേ ആ പ്ലാവിന്ന്. നല്ല വിളഞ്ഞ ചക്കയായിരുന്നു. ചേച്ചി അറിഞ്ഞില്ലേ? ചേച്ചി എന്തായാലും ഒരു പോലീസ് സ്റ്റേഷൻ ഞാൻ എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോകണം. ഒരു പോലീസുകാരൻ മര്യാദ ചക്ക കാണുന്നില്ലെന്ന് ചേച്ചി. നമ്മള് മിനിഞ്ഞാന്ന് പോയി നോക്കില്ലേ അവിടുത്തെ പ്ലാവില്ലേ? അയ്യോ 4 ഉണ്ടായില്ലേ? 4 2 ഉണ്ടായിരുന്നുള്ളൂ. 2 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, ഒന്നുമില്ല. ഞാൻ എന്തായാലും ഒരു പരാതി ചെയ്തിട്ടുണ്ട്. ഇത് കള്ളസ്ഥലം കൂടി കൊണ്ടുവരാണ്. പറയട്ടെ 2 ചക്കയല്ലേ കാണാതെ പോയുള്ളൂ. താഴെ 2 ചെറിയ ചക്ക നിൽക്കല്ലേ? അതുണ്ടല്ലോ. 2 ചക്കയല്ലേ? അത് പിന്നെ ഞാൻ കൊണ്ടുപോയി. പോയല്ലടാ നീ അതിനെങ്കിലും താഴെ പോയല്ലോ സമാധാനമായി. അല്ല, എന്തിനാണ് നിങ്ങൾ ചക്ക ഇവിടെ കൊണ്ടുവന്നില്ല കേട്ടോ. ഒന്നുമില്ല, അത് നമ്മളെ പാർട്ടി ഓഫീസിൽ മുതിർന്ന നേതാക്കന്മാരെല്ലാം കൂടെ വന്നപ്പോൾ അപ്പുക്കുട്ട സാറെല്ലാം കൂടെ ചക്ക പുഴുങ്ങിയതും ചക്ക പുഴുങ്ങിയതും മുളകും ഉടച്ചതും കൂടെ അവർക്ക് ഭയങ്കര അപ്പൊ അങ്ങനെ അത് കൊടുത്തു. അല്ല നീ പറഞ്ഞ നന്നായി. ഇല്ലേ പരാതി കൊടുത്തനെ. ഇതിനൊക്കെ പരാതി കൊടുക്കണതിന് പിന്നെ ഈ ചക്ക അളയാ, ഈ ചക്ക എന്നുള്ള നമ്മളെ മുടി പോലെയാണ്. വെട്ടിയാലേ വളർന്നു വരും. അതുകൊണ്ട് നമ്മൾ ഇത് മുറിക്കുന്നതോടെ ഇത് അടുത്ത് വന്നോണ്ടിരിക്കും കേട്ടോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുവാണ് ഏട്ടാ? ചേച്ചി വിളിക്കുന്നു. എന്ത് ഇനിയിപ്പോ ഒന്നുമില്ല. അവനല്ലേ കൊണ്ടുപോകണല്ല. കൊണ്ടുപോട്ട് മോഷിച്ചോണ്ട് പോണത്. ഇന്ത്യയിൽ ആദ്യത്തെ ചെറിയൊരു കയ്യബദ്ധം പറ്റിപ്പോയി. അത് ചക്ക ഇനിയിപ്പോ നിനക്ക് ചക്ക വേണം. അടുത്ത നിൽക്കണ 2 ചക്ക അളിയന് തന്നെ. എനിക്ക് വേണ്ട. ആ പ്ലാവോട് അളിയ എടുത്തോ. എന്റെ അപ്പൂടെ സാധനം ചക്ക വന്ന് എടുത്തോണ്ട് പോകാൻ പറയാം. എന്ത് ഈ എനിക്കൊന്നും അറിയാൻ പാടില്ല. പറഞ്ഞല്ലേ ചക്കരാരി. പിന്നെന്ത്? പിന്നെ ഈ ക്ലീറ്റോന് എന്താ പറയാനുണ്ട്? അവൻ പറയാൻ നീ വേണമെന്ന് ഒന്നും ഇല്ലളിയാ. ഇതിപ്പം നമ്മളെ മറ്റേ റപ്പായി ഇല്ലേ, നമ്മളെ എൻ്റെ സുഹൃത്ത് റപ്പായിയുടെ മോനെന്തോ നിങ്ങൾ സാറ് പിടിച്ച് സ്റ്റേഷനിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഒരു അലുമ്പ് കേസാണ്. ഒരു അലുമ്പ് കേസാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് നടക്കൊണ്ട് പോണേ കാണാമല്ലോ. ഇപ്പൊ എന്ത് വലിയ മരാൻ സംഭവിച്ചില്ലേ? അയ്യോ, അവ ഇച്ചിരി കൈവിട്ടാണ്. അപ്പൊ കൂടെ സാറേ കൈവിട്ടാണ്. അപ്പൊ എന്നെ കാണാൻ വന്നേക്കാണ്. അല്ല, അവൻ ഇച്ചിരി വർത്താനം പറയുന്നുള്ളതേ ഉള്ളൂ. പാവമാണ് സത്യം. റപ്പായിയുടെ മോൻ റപ്പായേക്കാളും പാവമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവനൊന്ന് എന്തിനു ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഈ അളിയനെന്ന് പറഞ്ഞാലേ ഒരു തീരാ ദുഃഖമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നീ വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനെയുള്ള കാര്യമേ ഞാൻ അളിയൻ്റെ അടുത്ത് പറയില്ല. ഇത് ലാസ്റ്റാണ്. ഇനി ഒന്നും പറയില്ല. സത്യമാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഞാൻ റപ്പായി വിളിച്ച് പറയാല്ല. ഞാൻ പറയണേ. പറഞ്ഞിട്ട് ഞാനത് വരട്ടി വെക്കാന്ന് വിചാരിച്ചു. ക്ലീറ്റോ പിന്നെ ഒപ്പിച്ച വേറെ അവിടെ നിൽക്കുന്ന ഞാൻ വരുന്നത് എന്തിന്? ശരി വരാം. ശരി സാർ. ഓക്കെ. എന്താണ് അവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ പിടിച്ച് വെച്ചേക്കണ്. അവൻ എന്റെ അളിയനാണെന്ന്.
നീ വേറെ ഏതെങ്കിലും അളിയ ഉണ്ടാടെ? ഏതളിയൻ? എന്റെ അറിവിൽ ഇച്ചിരി പ്രശ്നക്കാരനായിട്ട് റൊണാൾഡ് ചേച്ചി മാത്രമേ ഉള്ളൂ. പിന്നെ അവന്റെ ജെറാൾഡിങ് കാണാൻ വന്നിട്ടുണ്ട് അവിടെ. ജെറാൾഡ് പക്ഷെ പുറത്തല്ലേ? ഇത് ആരുടെ ഇത്? അമ്മയടുത്ത് പോയി ചോദിക്കും, നിങ്ങളുടെ ഏതെങ്കിലും അളിയന്മാരായിരിക്കും. എന്നാലും അത് ആരായിരിക്കും? ഒരളിയനെ കൊണ്ടേ പൊറുതി മുട്ടിയിട്ടിരിക്കുന്നു, അപ്പോഴാ വീണ്ടും ഒരളിയൻ. ഇല്ലേ, നീ ഒന്ന് ഓർത്ത് നോക്കിയാണ് നിന്റെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. പിന്നെ ഒരു പ്രാവശ്യം ചക്ക വീണ് മുയലെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ ആവത്തൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് കല്ലിങ്കല് സുധാകരൻ മാമൻ, ആ മാമൻ ആരെങ്കിലും ആയിരിക്കും വന്നത്. അത് ശരിയാട്ടാ, അവിടെ 1-2 പേരുണ്ട്, അവരാവാൻ സാധ്യതയുണ്ടമ്മ. പിന്നെ കല്ലിങ്ക കുടുംബക്കാർക്ക് അവൻ മാത്രമേ ഉള്ളൂ പോലീസുകാരായിട്ട്. ഓ, യവനേക്കാൾ വലിയ ഓഫീസർമാർ കിടക്കുമ്പോഴാണ് ഇനി യവനെ തേടി വരുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. പിന്നെ അങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങാൻ വേണ്ടി അത്ര പോക്കിരികളൊന്നും അല്ല ഈ കുടുംബക്കാർ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, സുമതി കുഞ്ഞമ്മയില്ലേ തൊട്ടമ്പുറത്തുള്ള, അവരുടെ മകനാവാൻ സാധ്യതയുണ്ട്. ആ ചെറുക്കൻ ഇച്ചിരി കുഴപ്പക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തോട്ടാമ്പറക്കാർ നിന്റെ അച്ഛൻ മരിക്കുന്നത് വരെ ഈ പടി കയറിയിട്ടില്ല. ചിലപ്പം ദൈവം വരുത്തി വെച്ചതായിരിക്കും അത്. എന്തായാലും വരുമ്പോ അറിയാം. അതെ, വായിൽ വെക്കല്. ഭയങ്കര ബഹളം. കാല് അരിപ്പ് എന്താണ് നിനക്ക്? അഹങ്കാരി. ഇവിടെ ഓവർ സ്പീഡ് അപകടമാണെന്നും അത് നിയമത്തിൻ്റെ മുന്നിൽ കുറ്റകരമാണെന്ന് നിനക്കറിയാവോ? അറിയാം സാർ. ആണോ? അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ കാണിച്ചത്? ഇല്ല സാറേ, ഈ അച്ഛൻ്റെ മരുന്ന് തീർന്നുപോയി. മരുന്ന് തീർന്നു കഴിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പം മറന്നുപോയി. ആ, അതാണ് മരുന്ന്. അച്ഛന് മരുന്ന് വേണമെന്ന് നിനക്കറിയായിരുന്നു? ആ, അറിയാം. അത് തീരുമെന്ന് അറിയായിരുന്നു ഉപയോഗിച്ചാൽ? അപ്പോൾ അത് പോയി വാങ്ങിക്കണമെന്ന് അറിയായിരുന്നു? അപ്പോൾ പിന്നെ സമയത്ത് എന്താ ചെയ്യാൻ? ഞാൻ വിട്ടുപോയി സാറേ. വിട്ടു. അല്ല, കനകൻ എങ്ങനെയാണ് എൻ്റെ അളിയനാകുന്ന? എൻ്റെ അപ്പച്ചിയുടെ ആ, നിന്റെ പേരെന്താണ്? മഞ്ജു. അത് പെണ്ണുങ്ങളെ പേരല്ലേടാ? ഇല്ല, മഞ്ജുനാഥെന്ന് മുഴുവൻ പേര്. ആ, ശരി. ഈ കനകനെ അറിയുമോ നിനക്ക്? ആ, എൻ്റെ അപ്പച്ചിയുടെ മോന. ഓ ശരി. കണ്ടിട്ടുണ്ടോ കനകനെ? പിന്നെ കഴിഞ്ഞ ആഴ്ച കൂടെ വീട്ടിൽ വന്നതല്ലേ അച്ഛനെ കാണാൻ വേണ്ടി. അതായിട്ട് ഒരുമിച്ചിരുന്ന് കള്ളു പിടിച്ച് കഴിച്ചു. അളിയന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചായിരുന്നു. അളിയനൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ. അളിയന് ഭയങ്കര സ്നേഹമല്ലേ? അതെ, ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടെന്ന്. അല്ല സാറേ, ഇതിങ്ങനെ നിങ്ങളിങ്ങനെ സാറുമാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ കനകളിനെ വിളിക്കുമായിരുന്നെങ്കിൽ. ഒരു മിനിറ്റ്, ഈ മഞ്ജുനാഥ് ഉദ്ദേശിക്കുന്നത് പൂജപ്പുര സ്റ്റേഷനിലെ CPO കനകൻ മുത്തുരാമനല്ലേ? CPO. അങ്ങനെയാണെങ്കിൽ ആള് ഞാനാ. നീ എന്തിനാണ് കള്ളാൻ പറഞ്ഞ മഞ്ജു? പിന്നെ അത് ഒരു അബദ്ധം പറ്റുമോ സാർ? എന്താണ് അർത്ഥം? ആ വേണ്ട, അളിയൻ്റെ കേസ് അളിയനും കൂടെ കൈ. ഞാൻ ചോദിക്കും സാറേ. ഇല്ല സാറേ, ഹലോ, കവല വെച്ച് സാറുമാരിങ്ങനെ വണ്ടി പിടിച്ചപ്പോഴേ അവിടെ ഇരുന്നൊരു ചേട്ടനാണ് പറഞ്ഞത്, ഇവിടെ കനകൻ സാറുണ്ട്, സാറിന് ഒരുപാട് അളിയന്മാരുണ്ട്, അളിയൻ്റെ പേര് പറഞ്ഞാൽ അല്ല സാറ് ഇറക്കുമെന്ന് പറഞ്ഞു. നീ എവിടെ പോയെന്ന് പറഞ്ഞാൽ? അച്ഛന് മരുന്ന് മേടിക്കാൻ. എവിടെ മരുന്ന്? ഇവിടെ മേഡം, മരുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഹെൽമെറ്റ് ഇല്ല, ഓവർ സ്പീഡ്, പിന്നെ കൊത്തുപണിയുള്ള ബൈക്ക്. കൊള്ളാം. തെറ്റി എഴുതിയാലോ സാർ? ഇല്ലില്ല, അളിയൻ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അളിയനും കൂടെ നമ്മളെത്ര 500 എഴുതണം? 500. എൻ്റെ എല്ലാം ഉണ്ടോ? അവൻ്റെ തൻ്റെ ഈ കുപ്പിയും കനകാളിയനും മാത്രം. എൻ്റെ പേര് മാത്രം. 500 രൂപയാണെങ്കിൽ ഞാൻ തന്നേക്കാം. കനകത്തിൻ്റെ തരുന്നത് അവൻ കോടതി കൊണ്ടുവന്ന് അടയ്ക്കും. പിന്നെ അടച്ചാൽ മതിയല്ലോ. എന്നാ ഒരളിയനും ഇല്ലാത്തതുകൊണ്ട് പുതിയൊരളിയൻ വന്നേക്കാം. അല്ലേ, എന്നാലും ഈ പുതിയ അളിയന് വേണ്ടി 500 രൂപ എടുത്ത് കൊടുക്കാനിരിക്കുകയല്ലോ. എന്ത്, ഞാൻ അളിയന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ സാർ? എന്തായാലും ഈ സ്റ്റേഷനിൽ ലീവ് എടുത്താലും ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഒരിക്കൽ വന്നൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ളതൊരു ബാധ്യതയായി മാറി. എന്താണെന്ന് അറിഞ്ഞല്ലോ സാറേ, ഈ ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തോ സ്റ്റേഷനും സാറിനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. എന്നാൽ മാസത്തിൽ കൂടുതൽ ദിവസം ലീവ് തന്നെയല്ല. അവന് ഓ അളിയാ, നീയായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് പുതിയ അളിയൻ വന്നു. സത്യം പറഞ്ഞാൽ അളിയെന്ന് കേൾക്കുമ്പോൾ പേടിയാണ് എനിക്കിപ്പോൾ. എൻ്റെ മഞ്ജുളിയും പോയായിരുന്നു. അവൻ പോയി. അവനാരോ പറഞ്ഞു പറ്റിച്ചാ. നീ ഒരു കാര്യം ആലോചിക്കണം. നീ ക്ലീറ്റോടെ മാത്രം അളിയനല്ലേ ഇപ്പോൾ, ഈ പഞ്ചായത്തിലെ മൊത്തം അളിയന്മാരുടെ അളിയനാണ്. നീ പോ.